والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. മഹാനായ താബിഈ അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ലാ തസിഖന്ന ബികസ്റത്തിൽ അമൽ, ഒരുപാട് അമലുകൾ ചെയ്തു എന്ന ആത്മവിശ്വാസം നിനക്കുണ്ടാകരുത്. ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ നിനക്കുണ്ടാകരുത്. ഫഇന്നക ലാ തദ്രി യുഖ്ബലു മിൻക അം ലാ, കാരണം നിനക്കറിയില്ല നീ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്ന തോന്നൽ നിനക്കുണ്ടാകരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. ശേഷം പറഞ്ഞു, വലാ തഅമൻ ദുനൂബക്, നീ ചെയ്ത തിന്മകളെക്കുറിച്ച് നിനക്ക് നിർഭയത്തുണ്ടാകരുത്. നീ ചെയ്ത തിന്മയെക്കുറിച്ച് നിനക്ക് പേടിയില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. ഫഇന്നക ലാ തദ്രി ഹൽ കുഫിറത് അൻക അം ലാ, നീ ചെയ്ത തിന്മകൾ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിനക്കറിയില്ല. അത് പുറത്തു തന്നിട്ടുണ്ട് എന്നായിരിക്കും ചിലപ്പോൾ നിന്റെ വിചാരം, അല്ലെങ്കിൽ നീ തൗബ ചെയ്തിട്ടുണ്ടാകും, അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ ചോദിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് അള്ളാഹു പുറത്തു തന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നീ ചെയ്ത തിന്മകൾ രഹസ്യമായും പരസ്യമായും ചെറുതും വലുതുമായ നിരവധി തിന്മകൾ, അതിനെക്കുറിച്ച് നിനക്ക് പേടിയില്ലാതെ പോകരുത്, പേടി ഉണ്ടാകണം എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. ശരിക്കും നമ്മൾ ചെയ്ത തിന്മകൾ, നമ്മൾക്ക് പ്രായപൂർത്തിയായതു മുതൽ നമ്മൾ ചെയ്ത തിന്മകൾ അള്ളാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. മുക്കല്ലഫായ ഒരു അടിമ ആയി മാറുന്നത് എപ്പോഴാണോ? പ്രായപൂർത്തിയാകുന്ന സന്ദർഭത്തിലാണ്. അതുമുതൽ അങ്ങോട്ട് നമ്മൾ ചെയ്ത എല്ലാ തിന്മകളും അള്ളാഹു തിന്മകളായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അത് നമ്മളിൽ നിന്ന് പൊറുക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന ചിന്ത, അതിനെക്കുറിച്ചുള്ളൊരു പേടിയും ബേജാറും നമ്മൾക്കുണ്ടാകണം. റമദാനിൽ പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആമീൻ പറഞ്ഞ സംഭവം നമുക്കറിയാം. റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളൊക്കെ ഓരോരുത്തരും ആലോചിക്കേണ്ട, ആത്മപരിശോധന നടത്തേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. 10-25 നോമ്പെടുത്തിട്ട് എൻ്റെ നോമ്പ് കൊണ്ട്, എൻ്റെ നിസ്കാരം കൊണ്ട്, മറ്റു ഇബാദത്തുകൾ കൊണ്ട് എനിക്ക് പാപമോചനം ലഭിക്കപ്പെട്ടിട്ടുണ്ടാകുമോ, അള്ളാഹു എൻ്റെ തിന്മകൾ പുറത്തു തന്നിട്ടുണ്ടാകുമോ എന്ന ചിന്ത നമ്മൾക്കുണ്ടാകണം. നമുക്കറിയാം, ആമീൻ 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 എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം പറഞ്ഞതിന്റെ വിശദീകരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി എന്താണ്? ജിബ്രീൽ 3 കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അതിലൊരു കാര്യം എന്താണ്? റാഗിമ അൻഫു ംറിഇൻ, ഒരാളുടെ മൂക്ക് നിലത്ത് മണ്ണിൽ പതിക്കട്ടെ, അഥവാ അയാൾ നിന്ദ്യനാകട്ടെ, അപമാനിതനാകട്ടെ. അദ്റക ശഹറ റമദാൻ ഫലം യുഗ്ഫർ ലഹു, റമദാൻ ലഭിച്ചിട്ട് അയാൾക്ക് പാപമോചനം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. റമദാനിൽ ജീവിച്ചിട്ടും അയാളുടെ തിന്മകൾ പൊറുക്കപ്പെടാത്ത അവസ്ഥയിലാണ് റമദാൻ അയാളിലൂടെ കടന്നുപോയത്. ഇങ്ങനെയുള്ള മനുഷ്യൻ അപമാനിതനാകട്ടെ, നിന്ദ്യനാകട്ടെ എന്ന് ദുആ ചെയ്തതാരാണ്? ജിബ്രീലാണ്. അള്ളാഹുവിന്റെ ഏറ്റവും മുഖറബായ മലക്കാണ്, സയ്യിദുൽ മലായിക. അതിന് ആമീൻ പറഞ്ഞതാരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു പ്രാർത്ഥനയാണ്. ആമീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹുമ്മ സ്തജിബ്, അല്ലാഹുവേ ഈ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം കൊടുക്കണമേ എന്ന മറ്റൊരു പ്രാർത്ഥനയാണ് ആമീൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ യഥാർത്ഥത്തിൽ ജിബ്രീലും നബിയും സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ രണ്ടുപേരും ദുആ ചെയ്ത കാര്യമാണത്. നമുക്ക് പേടിയുണ്ടാകണം. റമദാൻ തീരുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ അങ്ങേയറ്റം പേടിക്കേണ്ട കാര്യമാണ്. കാരണം റമദാൻ അതിൽ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, വലമ്മ കസുറത് അസ്ബാബുൽ മഗ്ഫിറ ഫി റമദാൻ, റമദാൻ മാസത്തിൽ പാപങ്ങൾ പൊറുക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. എന്നിട്ടും കാനല്ലദീ തഫൂതുഹുൽ മഗ്ഫിറ ഫീഹി മഹ്റൂമൻ ഗായത്തുൽ ഇഹ്റാൻ, ഇത്രയേറെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ പല കാര്യങ്ങളും ഈ റമദാൻ മാസത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടും ഒരാൾക്ക് പാപങ്ങൾ പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അയാൾ അങ്ങേയറ്റം നഷ്ടക്കാരനാണ്. ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനു ഇല റമദാൻ
മുകഫിറാതുൻ മാ ബൈനഹുൻ ഇദ ജുതുനിബത്തിൽ കബായിർ. ഒരു റമദാൻ അടുത്ത റമദാൻ വരെയുള്ള പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ് വലിയ തിന്മകൾ ഉപേക്ഷിച്ചാൽ. അതേപോലെ തന്നെ മൻ സാമ റമദാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. നമ്മൾ എടുക്കുന്ന റമദാനിലെ നോമ്പ് അത് പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. മൻ ഖാമ റമദാൻ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. റമദാനിലെ രാത്രി നിസ്കാരം പാപങ്ങൾ പൊറുക്കാൻ കാരണമാണ്. മൻ ഖാമ ലൈലത്തുൽ ഖദ്ർ ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദ്റിലെ രാത്രി നിസ്കാരം അത് പാപങ്ങൾ പൊറുക്കപ്പെടാൻ, മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ 3 ഹദീസുകൾ, ഒരേ രൂപത്തിലുള്ള ഈ 3 ഹദീസുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, സലാസത്തു അസ്ബാബിൻ ലിമഗ്ഫിറത്തി ദുനൂബ് ഫി ഹാദ ശഅർ. ഈ മാസത്തിൽ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ പാപങ്ങൾ പൊറുക്കാൻ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഇദാ ഫാതത്തിൽ ഇൻസാൻ ഫഹുവ ഖാസിർ. ഇതിലൂടെ ഒരാൾക്ക് പാപമോചനം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവൻ നഷ്ടക്കാരനാണ്, അയാൾ നഷ്ടക്കാരനാണ്. ഇദാ കാന സൗമുഹു ലാ യുകഫിറു ദുനൂബഹ ഫഖദ് ഖസിർ. ഒരാളുടെ നോമ്പ് അയാളുടെ പാപങ്ങൾ പൊറുക്കാൻ ഉതകുന്ന രൂപത്തിലല്ല എങ്കിൽ അയാൾ നഷ്ടക്കാരനാണ്. അയാളുടെ നോമ്പ് കൊണ്ട് അയാളുടെ പാപം പൊറുക്കപ്പെടുന്നില്ല എങ്കിൽ അയാൾ നഷ്ടക്കാരനാണ്. ഇദാ കാന ഖിയാമുഹു ലാ യുകഫിറു ദുനൂബഹ ഇദാ കാന ഖിയാമു ലൈലത്തുൽ ഖദ്ർ ലാ യുകഫിറു ദുനൂബഹ ഫഖദ് ഖസിർ. ഒരാളുടെ രാത്രി നിസ്കാരം, ലൈലത്തുൽ ഖദ്റിൽ അവന്റെ നിസ്കാരമൊന്നും അവന്റെ പാപങ്ങൾ മായ്ച്ചു കളയുന്നില്ല എങ്കിൽ അവൻ നഷ്ടക്കാരനാണ്. നസ്അലുല്ലാഹ യജഅലനാ വഇയ്യാകും മിനർ റാബിഹീന ഫീ ഹാദാ അശ്ശഹർ. അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നു, ഈ മാസത്തിൽ ലാഭം നേടിയെടുക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്താൻ വേണ്ടി. അല്ലാഹു തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിക്കും നമ്മൾ ചിന്തിക്കണം, റമദാനിന്റെ ഏറ്റവും അവസാനത്തെ ദിവസങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ചിന്തിക്കേണ്ട, നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇത്രയും ദിവസത്തെ നമ്മളുടെ പ്രവർത്തനം കൊണ്ട് നമുക്കറിയാലോ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന്, ഏത് രൂപത്തിലാണ്, ഏത് മാനസികാവസ്ഥയിലാണ്, എന്തെല്ലാമാണ് നമ്മൾ ചെയ്തത്. നമുക്ക് ശരിക്കും അറിയാം, നമ്മുടെ അവസ്ഥ നമുക്കറിയാം. ഈ ഒരു പ്രവർത്തനം കൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അറിയാം. ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന ഒരാൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് മാതത് ഫുലാന. അല്ലാഹുവിന്റെ റസൂൽ, ഒരു പെണ്ണ് മരിച്ചു പോയിട്ടുണ്ട്. വസ്തറാഹത്. അതോടുകൂടി അവൾക്ക് സമാധാനമായി, മരിച്ചല്ലോ, കാര്യങ്ങൾ ആശ്വാസമായി എന്ന് പറഞ്ഞു. അവൾ മരിച്ചു, അവർക്ക് അവരുടെ കാര്യം ആശ്വാസത്തിലായി എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഗദിബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ ദേഷ്യപ്പെട്ടു സംസാരം കേട്ടപ്പോൾ. മരിച്ചു, അവൾക്ക് ആശ്വാസം ലഭിച്ചു എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ യസ്തരീഹു മൻ ഗുഫിറ ലഹു. ഇന്നമാ യസ്തരീഹു മൻ ഗുഫിറ ലഹു. ആർക്കാണ് മരിക്കുന്നതോടുകൂടി റാഹത്ത് ലഭിക്കുക? പാപങ്ങൾ പൊറുക്കപ്പെട്ട ആളുകൾക്ക് മാത്രമാണ്. പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിൽ ആർക്ക് മരണം കൈവരിക്കാൻ സാധിക്കുന്നുവോ, മരിക്കാൻ സാധിക്കുന്നുവോ, അവർക്ക് മാത്രമാണ് ആശ്വാസമുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തു. ശരിക്കുല്ലേ, നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തിന്മകൾ അതിന്റെ കൂടെ മരിച്ചു പോകണം. തിന്മകൾ ബാക്കി വെച്ചാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ ആ മരണം റാഹത്തുള്ള മരണമല്ല. മരിക്കുന്നതിന് മുമ്പേ നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അങ്ങനെ മരിക്കുമ്പോൾ, മരിക്കുന്നതിന് മുമ്പായി എല്ലാ തിന്മകളും ഒരാൾക്ക് പൊറുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾ സൗഭാഗ്യവാനാണ്. ഇബ്നു ദഖീഖ് റഹിമഹുല്ലാ, അതേപോലെ തന്നെ അബു മുഹമ്മദ് അൽ ബസ്രി റഹിമഹുല്ലാ, അവരൊക്കെ പറഞ്ഞത് കാണാം, ഇന്ന മിൻ സആദത്തിൽ മർ, ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ്, ഇദാ മാത മാതത് മഅഹു ദുനൂബുഹു, അയാൾ മരിക്കുമ്പോൾ അയാളുടെ കൂടെ അയാളുടെ തിന്മകളും മരിച്ചു പോകുന്നുണ്ട്. അയാൾ മരിക്കുമ്പോൾ അയാളുടെ തിന്മകളും മരിച്ചു പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആൾ സൗഭാഗ്യവാനാണ്. മരിക്കുന്നതിന് മുമ്പേ നമ്മുടെ തിന്മകളെല്ലാം പൊറുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ദുനിയാവിൽ മരിക്കുന്നതിന് മുമ്പ് തിന്മകൾ പൊറുക്കപ്പെടാൻ പല കാര്യങ്ങളും വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട 6 കാര്യങ്ങൾ. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മുടെ പാപങ്ങൾ അത് പൊറുക്കപ്പെടാൻ കാരണമാണ്. ഇങ്ങനെ അതിൽ പ്രധാനപ്പെട്ടാണ് നന്മകൾ ചെയ്യുക എന്നുള്ളത്.
ഈ നന്മകൾ ചെയ്തും മറ്റു പാപങ്ങൾ പൊറുക്കപ്പെടാൻ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവന്നും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ തിന്മകൾ പൊറുക്കപ്പെടുന്ന സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. സ്വർഗത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് തിന്മകളും അത് പൊറുക്കപ്പെട്ട സാഹചര്യമുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ സ്വർഗത്തിൽ പ്രവേശിക്കുള്ളൂ. ഒരു തിന്മ ബാക്കി വെച്ച സാഹചര്യത്തിൽ അള്ളാഹു അയാളെന്ത് ചെയ്യില്ല, സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ശുദ്ധീകരണം നടത്തും. എല്ലാ തിന്മകളിൽ നിന്നും പൂർണ്ണമായി ശുദ്ധീകരണം നടന്നാലല്ലാതെ ഒരാൾക്ക് സ്വർഗപ്രവേശനം സാധിക്കൂല. അതിൽ ഏറ്റവും അവസാനത്തെ ഘട്ടം പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഈ പറഞ്ഞതുപോലെ മരിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ പാപങ്ങൾ പൊറുക്കപ്പെടാൻ 5-6 കാര്യങ്ങൾ: തൗബ, ഇസ്തിഗ്ഫാർ, നന്മകൾ, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന പരസ്പരം പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഹുദൂദുകൾ. ഒരാളൊരു തിന്മ ചെയ്തു, അതിന് ഇസ്ലാമിക ഗവൺമെന്റ് അയാളെ ശിക്ഷിച്ചു, അതോടുകൂടി അയാളുടെ ആ പാപം പൊറുക്കപ്പെടും. ഇങ്ങനെ 5-6 കാര്യങ്ങൾ മരിക്കുന്നതിന് മുമ്പും പിന്നെ ഖബറിൽ മരിച്ചതിന് ശേഷം മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ, ഖിയാമത്ത് നാളിൽ മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യം, ഏറ്റവും അവസാനം അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കും. അതിൽ കൂടി ഒരാൾക്ക് അവന്റെ പാപമോചനം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നരകത്തിൽ പോകും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം: അൽ അബ്ദു ലാ യുംകിനു ദുഖൂലുഹുൽ ജന്ന ഇല്ലാ ബിത്തംഹീസ്. ഒരടിമക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല ശുദ്ധീകരണം നടന്നാലല്ലാതെ. അവന്റെ എല്ലാ തിന്മകളും ശുദ്ധീകരിക്കപ്പെട്ടിട്ടല്ലാതെ അയാൾക്ക് സ്വർഗം പ്രവേശനം സാധ്യമല്ല. അതിലേറ്റവും അവസാനത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്? അല്ലാഹു ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അവൻ അല്ലാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ശിർക്കല്ലാത്ത തിന്മകൾ അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അവൻ പുറത്തു കൊടുക്കും. അത് ലഭിച്ചാൽ അങ്ങനെ രക്ഷപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. അതിലും ശുദ്ധീകരണം നടന്നിട്ടില്ല എങ്കിൽ അയാൾക്ക് നരകത്തിൽ പോകേണ്ട സാഹചര്യമുണ്ടാകും. പറഞ്ഞു വന്നത്, മരിക്കുന്നതിന് മുമ്പേ നമ്മുടെ തിന്മകളെല്ലാം മരിച്ചു പോകണം. അതിന് ഏറ്റവും പറ്റിയ സാഹചര്യമാണ് നമ്മളിപ്പോഴുള്ള റമദാൻ മാസത്തിൽ നമ്മൾക്കത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ചില സലഫുകൾ പറഞ്ഞതുപോലെ ഒരാൾക്ക് റമദാനിൽ പാപമോചനം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ മറ്റു മാസങ്ങളിൽ അവന് പാപമോചനം നേടിയെടുക്കാൻ സാധിക്കൂല എന്ന് പറഞ്ഞാൽ അതിനുള്ള സാധ്യത കുറവാണെന്നർത്ഥം. ഒരിക്കലും സാധിക്കൂല എന്നർത്ഥത്തിലല്ല, അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഏറ്റവും പറ്റിയ സാഹചര്യം റമദാനായിരുന്നു. അതിലൊരുത്തന് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നീടുള്ള മാസങ്ങളിൽ അതിനുള്ള സാധ്യത കുറവാണ് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. മറ്റു മാസങ്ങളിലും നമ്മൾക്ക് പാപമോചനവും തൗബയൊക്കെ ഉണ്ടാവും. പക്ഷെ റമദാൻ ഏറ്റവും നല്ല അവസരമാണ് എന്ന് മനസ്സിലാക്കി ഇനിയുള്ള ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ കുറിച്ച് ആലോചിക്കുക. ഇനിയും ദിവസങ്ങളുണ്ട്. അതിൽ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട അവസ്ഥയിൽ മരണത്തെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.